ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്സുകളാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. ഇനി കാണിക്കാൻ പോകുന്ന ടിപ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൗഡർ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്പുകളാണ്. അതായത് നമ്മൾ പൗഡർ മെയിൻ ആയിട്ട് മുഖത്തിടാനാണ് ഉപയോഗിക്കുന്നത്. മുഖത്ത് ശരീരത്തിൽ എവിടെയാണെങ്കിലും നമ്മുടെ ഓയിലി സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ പൗഡർ വളരെ ഗുണമുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിനല്ലാതെ പൗഡർ കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള 3-4 കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പൗഡർ കൊണ്ടുള്ള ടിപ്സുകൾ നമുക്ക് നോക്കാം. അപ്പോൾ പൗഡറിന് നമ്മുടേതായ ഉപയോഗമല്ലാതെ വേറെ കുറേ ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ അറിയുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് പൗഡർ ഇടുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്കായിരിക്കും ഉപയോഗിക്കുക ഇനി മുതൽ. കാരണം അത്രയും യൂസ്ഫുള്ളായ കാര്യങ്ങൾ നമുക്ക് ഈ പൗഡർ വെച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ എല്ലാവരുടെ വീട്ടിലും വളർത്തുന്ന ഒരു ചെടിയാണ് തുളസി ചെടി എന്ന് പറയുന്നത്. ഇപ്പോൾ ജലദോഷം, പനി, കഫക്കെട്ടൊക്കെ വരികയാണെങ്കിൽ നമ്മളിതിൻ്റെ ഇല കാപ്പി വെച്ച് നമ്മൾ കുടിക്കാറുണ്ട്. തുളസി ഇലയൊക്കെ ഇട്ട് കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ തന്നെ പല അസുഖങ്ങൾക്കും നല്ലതാണ്. പിന്നെ അതുപോലെ വായ്പുണ്ണൊക്കെ വരുന്നവർക്ക് ഈ തുളസി ഇല വെറുതെ വായിലിട്ട് ചവച്ചതിൻ്റെ നീരിറക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിലീഫ് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തുളസി ഇല വെച്ച് ചെയ്യും. പക്ഷേ തുളസി ഇലയിൽ ഉണ്ടാകുന്ന ഒരു മെയിനായിട്ട് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചില ഇലകളിൽ പ്രാണികൾ വന്നിട്ട് ആ ഇല മുഴുവൻ നശിപ്പിക്കും. ഇതുണ്ടല്ലേ, പുൽച്ചാടി, ഉറുമ്പ് തുടങ്ങിയ പ്രാണികൾ വന്നിട്ട് ഇതിൽ മുഴുവൻ ഇലകൾ നശിപ്പിക്കും. കുറേ കാര്യങ്ങൾക്ക് ഈ ഇല ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള ചെടികളിലൊന്നും ഉറുമ്പ് പൊടി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഉറുമ്പ് പൊടിക്ക് ഈക്വലായിട്ടുള്ള ബെനിഫിറ്റ് തരുന്നതാണ് നമ്മുടെ പൗഡർ എന്ന് പറയുന്നത്. ഇനി മുതൽ ഇതുപോലുള്ള ചെടികളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെടികളിൽ ഉറുമ്പ് പൊടിയൊന്നും നിങ്ങൾ ഉപയോഗിക്കാതെ പൗഡർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഹെവി ആയിട്ടുള്ള ആ വിഷം നമുക്ക് കിട്ടില്ല. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയൊക്കെ നമ്മളിത് ചെയ്താൽ തന്നെ ധാരാളമായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ തുളസി വളർന്നു വരും, യാതൊരു കേടും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണേ. കാരണം ഒരു വീട്ടിൽ ഒരു തുളസിയെങ്കിലും ആവശ്യമാണ്. ഇനി ഗൈസ്, അടുത്ത ഒരു സിമ്പിൾ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഷൂസൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മാറ്റിയിടും. ചിലപ്പോൾ ഡെയിലി നമ്മൾ ഉപയോഗിക്കില്ല. നമ്മൾ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിലും പുറത്താണ് സൂക്ഷിക്കുന്നതെങ്കിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഇഴജന്തുക്കളും, അതായത് പാമ്പ് വരെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഷൂസ് എപ്പോഴും മാക്സിമം തറയിൽ വെക്കാതെ നമ്മൾ കുറച്ച് സേഫായിട്ട് സ്ഥലങ്ങളിൽ വെക്കുക. ഇപ്പോൾ പാമ്പല്ലെങ്കിൽ തന്നെയും പഴുതാരയോ അല്ലെങ്കിൽ തേള്, ഉറുമ്പ് വരെ നമ്മുടെ ഷൂസിനകത്തോട്ട് കയറും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇടുന്ന സമയത്ത് ചിലപ്പോൾ അറിയാൻ പറ്റില്ല, ചിലപ്പോൾ അതിനുള്ളിലോട്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഷൂസുകൾ നമ്മൾ പുറത്തൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് കുറച്ച് പൗഡർ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുമിക്ക ജന്തുക്കളും ഇതിനെ പരിസരത്തോട്ട് വരില്ല കേട്ടോ. കാരണം പൗഡറിൻ്റെ മണം എന്ന് പറഞ്ഞാൽ യാതൊരു പ്രാണികൾക്കും ഇഷ്ടമല്ലാത്തതാണ്. നമ്മൾക്ക് ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാണികൾക്ക് വളരെ ഇഷ്ടമല്ലാത്തൊരു ഫ്ലേവർ ആയതുകൊണ്ട് ഇതുപോലെ കുറച്ച് പൗഡർ അകത്തോട്ട് ഇട്ട് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പേടിയില്ലാതെ നമുക്ക് ഷൂസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഷൂസ് ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്ത് വയ്ക്കുക. കാരണം യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല, നല്ല സ്മെല്ലുണ്ടാവും. പൊതുവേ ഷൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതുകൊണ്ട് ചൂടുകാലത്തൊക്കെ ഭയങ്കരമായിട്ട് സ്മെല്ല് വരും. അപ്പോൾ ആ സ്മെല്ല് പോകാനും നല്ലതാണ്, കൂടാതെ ഇതുപോലുള്ള ഇഴജന്തുക്കൾ വരാതിരിക്കാനും നല്ലതാണ്. ഇനി അടുത്ത പൗഡർ വെച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. അറിയാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല ഉപയോഗമുള്ളതായിരിക്കും കേട്ടോ. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചീപ്പ്. അത് ചീപ്പ് ഉപയോഗിക്കുന്ന എല്ലാ ചീപ്പിലും മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് അതിൽ അഴുക്ക് പറ്റുന്നത്, കൂടാതെ എണ്ണയുടെ ഒരു അംശം എല്ലാ ചീർപ്പിലും ഉണ്ടാവും. ചീപ്പ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഒരു സ്ഥലത്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ അവിടെ മുഴുവൻ ഉറുമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ തലയൊക്കെ ചീവി കഴിഞ്ഞ ശേഷം ചീപ്പിൽ കുറച്ച് പൗഡർ ഒന്ന് കൊട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി വെച്ച് കഴിഞ്ഞാൽ യാതൊരു ഉറുമ്പിന്റെ ശല്യം ഇല്ലാതെ നിങ്ങൾക്ക് ചീപ്പ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന അഴുക്കുകളും അതിൻ്റെ എണ്ണയുടെ ഒരു അംശമുള്ളത് കൊണ്ട് പെട്ടെന്ന് ഒരു ഭയങ്കരമായിട്ട് മണം വരും. നമ്മൾ ചീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് പൗഡർ കൊട്ടിയതിന് ശേഷം ചീപ്പിലെ അഴുക്ക് കളയുകയാണെങ്കിൽ നമുക്ക് എത്ര അഴുക്കുള്ള ചീപ്പാണെങ്കിലും കളയാൻ പറ്റും. നിങ്ങൾ ചീപ്പിലെ അഴുക്ക് കളയാൻ സോപ്പ് വെള്ളത്തിലോ ഒന്നും ഇടാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് അഴുക്ക് കളയാൻ പറ്റുന്നതാണ്. അപ്പോൾ പൗഡർ കൊണ്ട് ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ചീപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചൂല്. മഴക്കാലം, തണുപ്പ് കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു സ്മെല്ല് വരും. കൂടാതെ അത്യാവശ്യം പ്രാണികൾ കയറിയിരിക്കാൻ ഉള്ള സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. ഉറുമ്പ്, പഴുതാര, പാറ്റ, പല്ലി തുടങ്ങി ഒട്ടുമിക്ക ജീവികളും
ഇതിനകത്ത് സ്ഥിരതാമസമാക്കാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചൂലുകൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും കുറച്ച് പൗഡർ, ഒരുപാട് വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചൂലും വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്രാണികളും ഇതിനകത്തോട്ട് കയറില്ല. കൂടാതെ ആ ചൂലിലുണ്ടാവുന്ന ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. അത് പ്രത്യേകിച്ചിട്ട് മഴക്കാലത്ത്. അപ്പൊ നമ്മളിപ്പോൾ വെള്ളമൊക്കെ അടിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും അത്ര പെട്ടെന്ന് വെടിച്ചു പോവില്ല. റൂമും വൃത്തിയായിരിക്കും, ചൂലും വൃത്തിയായിരിക്കും, യാതൊരു പ്രാണി ശല്യം ചൂലിലുണ്ടാവില്ല. അപ്പോൾ ഏത് ടിപ്സും ചെറുതാണ് പറഞ്ഞാൽ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ചെറിയ ടിപ്സിനായിരിക്കും ചിലപ്പോൾ നമുക്ക് വലിയ ഗുണങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. ഇനി നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പ്, കിച്ചണിൽ നമ്മൾ സിങ്കിൽ എപ്പോഴും ബാഡ് സ്മെൽ ഉണ്ടാവും. കൂടാതെ ഈ സീവില് പാറ്റ, പല്ലി, പഴുതാര തുടങ്ങി ഒട്ടുമിക്ക ജീവികളും മുട്ടയിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ ആ ഓസിൽ നിന്ന് നടത്തിയിട്ടൊരു മണവും വരും. അത് നമുക്ക് കിച്ചൺ മൊത്തമായിട്ട് അത് പരക്കും കേട്ടോ. രാത്രി എല്ലാ ഉപയോഗങ്ങളും കഴിഞ്ഞതിന് ശേഷം കുറച്ച് പൗഡർ ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തു നിന്ന് ഒരു പ്രാണിയും ഇതിന് മുകളിലോട്ട് വരില്ല. അപ്പോൾ തന്നെ നിങ്ങൾ ആ വെള്ളം തുറന്നു വിടാതെ രാവിലെ നമ്മൾ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് തുറന്നു വിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ഒരു റീഫ്രഷ്മെൻ്റ് ആയ ഒരു സ്മെല്ല് വരും. കൂടാതെ നമുക്കതിനുള്ള പ്രാണികളെ ഓടിക്കാനുള്ള ഒരു ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് കേട്ടോ. ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഗുണമുള്ളതാണ്. അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 2-3 തവണയെങ്കിലും ഇതുപോലെ നിങ്ങൾ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സിങ്കും പെർഫെക്റ്റ് ആയിരിക്കും. പാറ്റയൊക്കെ സ്ഥിരമായിട്ട് തമ്പടിക്കുന്ന സ്ഥലം ഇതായതുകൊണ്ട് അതിലൂടെ നമുക്ക് ഫുഡ് പോയ്സൺ ഒക്കെ വരാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. സിങ്ക്, വാഷ് ബേസിൻ തുടങ്ങിയ എവിടെയാണെങ്കിലും നമുക്ക് പൗഡർ ഉപയോഗിക്കാവുന്നതാണ്. സിങ്കിൻ്റെ പുറമെ ക്ലീൻ ആക്കുന്നത് പോലെ തന്നെ നമ്മൾ അതിനകത്തോട്ടും നമുക്ക് ശ്രദ്ധിക്കണം. അകത്തോട്ട് നമ്മൾ തുറന്ന് കഴുകുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് പൗഡർ എടുത്ത് കൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ തനിയെ ക്ലീൻ ആയിക്കോളും കേട്ടോ. ഗ്യാസൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റുന്നതാണ്, ഗ്യാസിൻ്റെ ഈ അടിഭാഗത്ത് എപ്പോഴും ഉറുമ്പ്, പല്ലി ശല്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പല്ലിയുടെ ചെറിയ ചെറിയ സംഭാവനകളൊക്കെ നമുക്ക് ഇവിടെ കാണാനും പറ്റും. അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഉറുമ്പിൻ്റെ ഒക്കെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചുറ്റും ഒന്ന് കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഗ്യാസിൻ്റെ അടിഭാഗവും നല്ല നീറ്റായിരിക്കും. കാരണം ഈ ഒരു പോർഷനിലേക്കാണ് പല്ലികൾ വന്നിരിക്കാനുള്ള മെയിൻ സ്ഥലങ്ങൾ. അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യവും വളരെയധികം ഉള്ളൊരു സ്ഥലമാണ് ഗ്യാസിൻ്റെ ഈ അടിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു വയ്ക്കുക. അപ്പോൾ വളരെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ്. ഇനി അടുത്ത നമുക്ക് പൗഡർ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ വെള്ളം ഡെയിലി വരാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലെ ബക്കറ്റിൽ, കുടം അതുപോലുള്ള പാത്രങ്ങളിൽ പുറത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ മാക്സിമം 1 ദിവസം 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൽ പ്രാണികൾ വരും. കൂടാതെ ആ ബക്കറ്റിൻ്റെ അടിയിലെല്ലാം വെള്ളം 2-3 ദിവസം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ഒരു പശപശപ്പ് ഉണ്ടാവാം. നമുക്ക് ആ വെള്ളത്തിലോട്ട് കുറച്ച് പൗഡർ ഇതുപോലെ കൊട്ടി കൊടുത്താൽ മതി കേട്ടോ. വെള്ളത്തിനൊരു ബാഡ് സ്മെല്ലോ അല്ലെ പശപശപ്പോ ഒന്നും ഉണ്ടാവില്ല. ഭക്ഷണമൊക്കെ വയ്ക്കുന്ന ആ വെള്ളമാണെങ്കിൽ നമ്മളിതുപോലെ ഉപയോഗിക്കരുത്. പുറത്ത് നമുക്ക് ചെയ്യാവുന്ന എല്ലാ ഉപയോഗങ്ങൾക്കും ഈ വെള്ളം സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ.